ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് ബോണ്ടയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഇതിലോട്ട് വേണ്ട മസാല റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പേസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇത് മൂന്നും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് സവാള നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയ ശേഷം പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ബീഫിന് പകരം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്ത് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. കൂടി തന്നെ ഇതിലോട്ട് കുറച്ചധികം തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ബീഫിലോട്ട് ഈ സവാളയും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് മുഴുവനായിട്ടും മസാലയും ബീഫും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലെടുത്ത് അതിലോട്ട് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാലയ്ക്ക് അനുസരിച്ചിട്ട് നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. ബാറ്റർ ഓവർ ലൂസായി പോകരുത്, അധികം ടൈറ്റ് ആവാതെ നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതുപോലെ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പാക്കിയ ശേഷം പിന്നെ ആ ഒരു ബാറ്ററിലോട്ട് മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് പിന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബോണ്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ ഓരോന്നായിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ല. മസാലയൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. ഇനി അപ്പുറം ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് സ്നാക്സ് ആയിട്ടും മറ്റ് പല ഐറ്റമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.